ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് റീക്യാപ്പ് എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. തുടർന്നുള്ള വീഡിയോസിനും ഇതേ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ആക്കി വെച്ചാൽ മാത്രമേ മുന്നോട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആളുകൾ തണുത്തു വിറങ്ങലിച്ച് മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇല്ലല്ലേ. നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് സുനാമി, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര തീവ്രതയിൽ സംഭവിച്ചാൽ എന്തു ചെയ്യും? അപകടകരമായ ഈ അവസ്ഥയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സഹോദരന്മാരുടെ കഥയാണിത്. 2017 ഡീൻ ഡെവ്ലിൻ സംവിധാനം ചെയ്ത ജിയോസ്റ്റോം എന്ന സയന്റിഫിക് ത്രില്ലറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ലോകരാജ്യങ്ങളിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. മുഴുവൻ രാജ്യങ്ങളും ചേർന്ന് ബഹിരാകാശത്ത് ഒരു സ്പേസ് സെന്റർ നിർമ്മിച്ചു. ഡെറ്റ്സ് ബോയ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഭൂമിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നുവെങ്കിൽ ഈ സ്പേസ് സെന്ററിലെ ഉപഗ്രഹങ്ങൾ അത് മനസ്സിലാക്കുകയും റോബോട്ടുകൾ പോലെയുള്ള ചെറിയ മിസൈലുകൾ അപകട സ്ഥലത്തേക്ക് അയച്ച് ഭൂകമ്പം തടയുകയും ചെയ്യുന്നു. അങ്ങനെ ഭൂമിയിലെ ജനങ്ങൾ വീണ്ടും സുരക്ഷിതരായി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നായകനെയാണ്, ജെയ്ക്ക്. ഡെറ്റ്സ് ബോയുടെ തലവനാണ് ഇദ്ദേഹം. പറയുമ്പോൾ ഇത്ര വലിയൊരു പ്രോജക്റ്റിന്റെ തലവനൊക്കെയാണ്, പക്ഷെ നമ്മുടെ നായകൻ ആള് വളരെ സിമ്പിളാണ്. ക്ലൈമറ്റ് കൺട്രോൾ ബോർഡിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് നമ്മുടെ നായകന്റെ എൻട്രി. വിവിധ ശാസ്ത്രജ്ഞരോടൊപ്പം ഡെറ്റ്സ് ബോയുടെ തലവനായ ജെയ്ക്കും ഒപ്പം സഹോദരൻ മാക്സും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ഡെറ്റ്സ് ബോയുടെ നിലവിലുള്ള ടീമിനെ മാറ്റാനുള്ള തീരുമാനം അധികാരികൾ ജെയ്ക്കിനെ അറിയിക്കുകയാണ്. എന്നാൽ തനിക്ക് ഈ തീരുമാനം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജെയ്ക്ക് പൊട്ടിത്തെറിക്കുന്നു. അനിയൻ മാക്സിന് ചേട്ടന്റെ സ്വഭാവം നന്നായി അറിയുന്നതിനാൽ മാക്സിമം മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ജെയ്ക്ക് ഇത് കാര്യമായി എടുക്കാതെ ക്ഷുഭിതനായി സംസാരിക്കുന്നു. എന്നാൽ ജെയ്ക്ക് പറയുന്നത് തങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ലെന്നും തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുമെന്നുമായിരുന്നു അധികൃതരുടെ വാദം. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. ഡെറ്റ്സ് ബോയുടെ തലപ്പത്തേക്ക് ജെയ്ക്കിന് പകരം അനുജൻ മാക്സിനെ നിയമിക്കാനും തീരുമാനമായി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മരുഭൂമിയുടെ ഭാഗമായുള്ള ഗ്രാമത്തിൽ ആളുകൾ തണുത്തുറഞ്ഞു നിൽക്കുന്നതാണ്. ഡെറ്റ്സ് ബോയുടെ പ്രവർത്തനം നിലനിൽക്കെ ഈ പ്രതിഭാസം എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിനാൽ തന്നെ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനായി ഉപഗ്രഹത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളെ സ്പേസ് സെന്ററിലേക്ക് അയക്കാൻ തീരുമാനമായി. അങ്ങനെ ഒരാൾ നിലവിൽ നമ്മുടെ നായകൻ ജെയ്ക്ക് മാത്രമാണുള്ളത്. പക്ഷെ അനിയൻ മാക്സിന് അതത്ര താല്പര്യമില്ല. തുടർന്ന് അഫ്ഗാനിസ്ഥാന്റെ കാലാവസ്ഥ കൺട്രോൾ ചെയ്യുന്ന സാറ്റലൈറ്റ് സ്പേസ് സെന്ററിലേക്ക് വരുത്തി പരിശോധന നടത്തുകയാണ്. അതിൽ അദ്ദേഹത്തിന് എന്തോ തെളിവ് കിട്ടുകയാണ്. അത് ലോക്കറിൽ സൂക്ഷിച്ച് തിരികെ പോകും വഴി സാറ്റലൈറ്റിന്റെ സ്പേസിലേക്കുള്ള വാതിൽ പെട്ടെന്ന് തുറക്കുകയും അദ്ദേഹം സ്പേസിലേക്ക് വീഴുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഭൂമിയിൽ ചേട്ടനെ കാണാനായി മാക്സ് ജെയ്ക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. മാക്സിന്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ ജെയ്ക്ക് ആദ്യം എതിർത്തെങ്കിലും ഡെറ്റ്സ് ബോയുടെ കാര്യമായതിനാൽ അവന് പോവാതിരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഡെറ്റ്സ് ബോയ് എന്നത് അവനവന്റെ മകളെ പോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജപ്പാനിലെ ടോക്കിയോയിലെ ഒരു സയന്റിസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കടയുടെ പുറത്തേക്കിറങ്ങി വരുന്നതാണ്. പുറത്തേക്കിറങ്ങവേ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അതായത് അന്തരീക്ഷം വല്ലാതെ ചൂടുകൂടി വരുന്നു, റോഡുകൾ ചുട്ടുപഴുത്തതുപോലെ ചൂടാവുന്നു. തുടർന്ന് റോഡിനടിയിലൂടെ പോകുന്ന ഗ്യാസ് പൈപ്പുകൾ തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതിനിടയിലൂടെ സയന്റിസ്റ്റ് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും നഗരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നടിഞ്ഞ് പോവുകയാണ്. പിന്നീട് ജെയ്ക്ക് സ്പേസ് സെന്ററിൽ എത്തിയ സീനാണ് നമ്മൾ കാണുന്നത്. ജെയ്ക്കിന്റെ കൊളീഗ് ലാറയും കൂടെ മറ്റ് സയന്റിസ്റ്റുകളും നമുക്ക് ഈ സീനിൽ കാണാം. ഡെറ്റ്സ് ബോയുടെ എററിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ചർച്ചയാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സീൻ കട്ടായി. പിന്നെ മാക്സും അവന്റെ ഗേൾ ഫ്രണ്ട് സാറയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മാക്സിന് ഒരു കോള് വരുന്നു. ഇവിടെ സാറയെ നമ്മൾ വിട്ടുപോകരുത്, പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി വിങ്ങിലെ അംഗമാണ് കക്ഷി. അപ്പൊ മാക്സിനെ വിളിക്കുന്നത് നമ്മൾ നേരത്തെ ടോക്കിയോ സീനിൽ കണ്ട സയന്റിസ്റ്റ് ആണ്. ഡെറ്റ്സ് ബോയ് ഭൂമിയെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ നശിപ്പിക്കാനും സാധിക്കുമെന്ന് അതിനാരോ ശ്രമിക്കുന്നുണ്ടെന്നും ഈ സയന്റിസ്റ്റ് മാക്സിനെ അറിയിക്കുകയാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊലയാളികൾ കയറുന്നുണ്ട്. പക്ഷെ തന്ത്രപരമായി ഈ സയന്റിസ്റ്റ് രക്ഷപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ തനിക്കറിയാത്ത എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മാക്സ് ഉടൻ തന്നെ ഹന്നയെ കാണാൻ പോവുകയാണ്. ഹന്ന ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ടെക്നീഷ്യനാണ്. ആള് നല്ല ഇന്റലിജന്റ് ആണ്. അങ്ങനെ ഡെറ്റ്സ് ബോയുടെ ആക്സസ് മാക്സിനെ കൂടാതെ മറ്റാരോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവൾ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് മാക്സിന് തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ജെയ്ക്കിനെ വിളിക്കുകയാണ്. ജെയ്ക്കിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആദ്യം ജെയ്ക്ക് വലിയ കാര്യമാക്കിയില്ലെങ്കിലും മാക്സ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചപ്പോൾ അവനും തോന്നി ഇതത്ര ചെറിയ പ്രശ്നമല്ല. അങ്ങനെ
ഇക്കാര്യത്തിൽ ശരിക്കൊന്ന് അന്വേഷിക്കാൻ ചേട്ടനും അനിയനും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ടോക്കിയോയിൽ വെച്ച് നടന്ന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. ടോക്കിയോയുടെ കാലാവസ്ഥ കൺട്രോൾ ചെയ്യുന്ന ഉപഗ്രഹം സ്പേസ് ഷിപ്പിൽ കൊണ്ടുവന്ന് അവരതിന്റെ എറർ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ മറ്റ് ശാസ്ത്രജ്ഞരോടൊപ്പം ജെയ്ക്കും ലാറയും ഉപഗ്രഹത്തിന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു. തലനാരിഴയ്ക്കാണ് ജെയ്ക്കും ലാറയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡാറ്റയും അവർക്ക് നഷ്ടപ്പെട്ടു. ടീം അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ടായ അപകടത്തിന്റെ വീഡിയോ പരിശോധിച്ചപ്പോഴാണ് സ്പേസ് ഷിപ്പിന്റെ പുറത്ത് എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നതായി കണ്ടതു. അങ്ങനെ ജെയ്ക്കും ലാറയും ചേർന്ന് ബഹിരാകാശത്തിറങ്ങി പരിശോധിക്കാൻ പോയി. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഡോറ് കിട്ടി. അതുമായിട്ട് ഷിപ്പിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത ടെസ്റ്റ്. ജെയ്ക്കിന്റെ സ്പേസ് സ്യൂട്ട് മറ്റാരോ നിയന്ത്രിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ അവരെവിടെയോ കയ്യെത്തി പിടിക്കാൻ സാധിച്ചതുകൊണ്ട് ജീവനോടെ അകത്തെത്താൻ പറ്റി. ഇങ്ങനെയൊരു അപകടം ജെയ്ക്ക് മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആ ഡോറ് കൈ കിട്ടിയപ്പോൾ തന്നെ അവൻ അതിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് കീശയിലിട്ടിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മാക്സിനെയും സാറയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ജാപ്പനീസ് സയന്റിസ്റ്റ് വരുന്നതായാണ്. പക്ഷെ അവർക്ക് പരസ്പരം കാണാൻ സാധിച്ചില്ല. ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവും എത്തുമ്പോഴേക്കും ഒരാൾ ഈ സയന്റിസ്റ്റിനെ റോഡിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ്. അപ്പം ഈ കൊലയാളിയെ പിടിക്കാൻ സാറ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പക്ഷേ സയന്റിസ്റ്റ് മരിക്കുന്നതിന് മുന്നേ മാക്സിനോട് എന്തോ ഒരു പ്രൊജക്ടിന്റെ ഒരു പേര് പറഞ്ഞിരുന്നു. അപ്പം ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മാക്സ് ഹന്നയെ കാണാൻ പോവുകയാണ്. ഹന്നയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അവൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ജാപ്പനീസ് സയന്റിസ്റ്റ് പറഞ്ഞ പ്രോജക്റ്റ് എന്താണെന്നാൽ ഓരോ സാറ്റലൈറ്റും പ്രവർത്തിക്കുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ്. അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യണം. ഈ ലോഗിൻ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് പ്രോജക്ട് ജ്യൂസ് എന്ന് പറയുന്നത്. ആ ലോഗിൻ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഓരോ അപകട സമയത്തും ആരാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ നിലവിൽ ഇക്കാര്യത്തിൽ മുഴുവൻ കൺട്രോളും പ്രസിഡന്റിനാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ വൈറ്റ് ഹൌസിൽ എത്തണം. അതിനുള്ള ഒരേ ഒരു വഴി സാറയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിക്ക് വിട്ടുവീഴ്ച വരുത്താൻ സാറ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷെ കാര്യം ഇത്രയ്ക്കും ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. പിന്നീട് നമ്മൾ ജെയ്ക്കിനെയും ലാറയും ആണ് കാണുന്നത്. ഡച്ച് ബോയ് എന്ന സ്പേസ് ഷിപ്പിന്റെ പിന്നിൽ ജെയ്ക്കിന്റെ ഹാർഡ് വർക്ക് ആണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ അവന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളും ആ ഷിപ്പിനുള്ളിലുണ്ട്. അങ്ങനെയൊന്നാണ് സീക്രട്ട് റൂം. ഇതിനെപ്പറ്റി മറ്റാർക്കും അറിയില്ല. ഈ സ്പേസ് ഷിപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ റൂമിൽ റെക്കോർഡാവും. അങ്ങനെ ആ റെക്കോർഡിംഗ് പരിശോധിക്കവേ നേരത്തെ അപകടത്തിൽപ്പെട്ട ആ ഇന്ത്യൻ സയന്റിസ്റ്റ് എന്തൊക്കെയോ രേഖകൾ ഒരു ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചതായി കണ്ടു. ജെയ്ക്കും ലാറയും ഉടൻ അവിടെ പോയി നോക്കിയെങ്കിലും ആ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു റഷ്യൻ സയന്റിസ്റ്റിന്റെ സഹായത്തോടെ അവർ ആ രേഖകൾ കണ്ടുപിടിക്കുകയാണ്. അത് പരിശോധിച്ചപ്പോൾ സിസ്റ്റത്തിൽ കയറിക്കൂടിയ ഒരു വൈറസ് ആണ് ഈ അപകടങ്ങൾക്ക് പിന്നിലെന്ന് ജെയ്ക്കിന് മനസ്സിലായി. എന്നാൽ ആ വൈറസ് കയറ്റിവിട്ടതാരാണ്? അപ്പോൾ ആരോ ഈ സ്പേസ് ഷിപ്പിനുള്ളിൽ നിന്ന് തന്നെ തങ്ങളെ ചതിക്കുന്നുണ്ട്. ഈ കാര്യം ജെയ്ക്കിനും മാക്സിനും ഒരേ സമയം വ്യക്തമായി. തുടർന്ന് ഇരുവരും വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. നിലവിൽ ഡച്ച് ബോയിയെ താൽക്കാലികമായി ഷട്ട് ഡൗൺ ചെയ്ത് അതുവഴി റീബൂട്ട് ചെയ്താൽ വൈറസിനെ നീക്കാനാകും. പക്ഷേ അതിനും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനുള്ള കോഡുകളുള്ള ഒരേയൊരു വ്യക്തി പ്രസിഡന്റാണ്. കൂടാതെ 3 ആഴ്ചയ്ക്കുള്ളിൽ ഡച്ച് ബോയുടെ നിയന്ത്രണം അന്തർദേശീയ സമിതിയിലേക്ക് കൈമാറുകയും വേണം. തൽക്കാലം മറ്റ് അപകടങ്ങൾ ഉണ്ടാവാതെ നോക്കണമെന്നും കോഡുകൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി കാണാമെന്നും മാക്സ് ജെയ്ക്കിനോട് പറയുന്നു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ സമ്മേളനത്തിനായി പ്രസിഡന്റ് ഓർലാൻഡോയിലേക്ക് പുറപ്പെടുകയാണ്. മാക്സ് ഇതറിഞ്ഞ് രഹസ്യമായി സാറയെ സമീപിച്ചു. കോഡുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നും ഈ യാത്രയിൽ താനുമുണ്ടെന്നും മാക്സ് പറയുന്നു. ഫ്ലോറിഡയിൽ താമസിക്കുന്ന അച്ഛനെ കാണാൻ പോകുന്നെന്ന വ്യാജേനയാണ് മാക്സ് ഇവരോടൊപ്പം പോകുന്നത്. അതേസമയം തന്നെ ഡച്ച് ബോയുടെ 200 സാറ്റലൈറ്റുകൾ തകരാറിലാണെന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഭൂമിയുടെ പല ഭാഗത്തും പലവിധ അപകടങ്ങൾ സംഭവിക്കുകയാണ്. ഡച്ച് ബോയ് ഷട്ട് ഡൗൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാശവിധിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് പകരം പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുകയാണ്. അതിൽ ജെയ്ക്ക് വിജയിക്കുകയും ചെയ്തു. പക്ഷെ മറ്റൊരു മുന്നറിയിപ്പ് വന്നു. ഭൂമിയിൽ ജിയോ സ്റ്റോം ആരംഭിച്ചിരിക്കുകയാണ്. മാക്സ് ഇത് തന്റെ ടാബ്ലറ്റിൽ കണ്ടുകൊണ്ടിരിക്കെ ഡെക്കോം അവനെ സമീപിച്ചു. നിന്റെ അച്ഛൻ മരിച്ചതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറ, എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന് ഡെക്കോം മാക്സിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് മാക്സ് ഈ കാര്യങ്ങളൊക്കെ ഡെക്കോമിനോട് പറയുകയാണ്. അപ്പോൾ ഡെക്കോം പറയുന്നത് നിനക്കൊരിക്കലും ആ കോഡുകൾ കിട്ടില്ല. കാരണം പ്രസിഡന്റ് ആണ് ആ കോഡ്. സ്പേസ് സ്റ്റേഷൻ ഷട്ട് ഡൗൺ ചെയ്യാൻ പ്രസിഡന്റ് നേരിട്ട് അവിടെ എത്തണം. ഈ കാര്യം അറിഞ്ഞ മാക്സ് ആകെ വറീഡായി. അതേസമയം ഡച്ച് ബോയ് സെൽഫ് ഡിസ്ട്രക്ട് സീക്വൻസ് ആരംഭിച്ചിരുന്നു. അതായത് സ്വയം പൊട്ടിത്തെറിച്ച് നശിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് ഡച്ച് ബോയ് കടക്കുകയാണ്. സിസ്റ്റം മുഴുവൻ ലോക്ക് ചെയ്തു പോയതുകൊണ്ട് ജെയ്ക്കിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയൊരു കമാൻഡ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഡെങ്കനാണെന്ന് ജെയ്ക്കിന് മനസ്സിലായി. സ്പേസ് സ്റ്റേഷന്റെ ഓരോ ഭാഗങ്ങളിലായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജെയ്ക്ക് തന്റെ ടീമിലുള്ള എല്ലാവരോടും രക്ഷപ്പെടാൻ നിർദ്ദേശിച്ച ശേഷം ഡങ്കനെ കാണാനായി പോവുകയാണ്. ഇരുവരും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. പെട്ടെന്ന് ഡങ്കൻ തന്റെ ടേബിളിന് കീഴിൽ ഒളിപ്പിച്ചിരുന്ന തോക്കെടുത്ത് ജെയ്ക്കിന് നേരെ ചൂണ്ടി. വൈറസ് ഇട്ടത് ഞാൻ തന്നെയാണ്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ശമ്പളം ഒന്നിനും തികയില്ല. എനിക്ക് ഈ ലോകം നശിക്കുന്ന കണ്ടാൽ മതി. ഒരു നിമിഷം ഡങ്കന്റെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ ജെയ്ക്ക് ഡങ്കനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇരുവരും തമ്മിലുള്ള അടിക്കിടെ ഡങ്കൻ ഒരു വിൻഡോയിലേക്ക് വെടിവെക്കുകയാണ്. ഉടൻ ജെയ്ക്ക് ഓടി വേറെ റൂമിലേക്ക് കയറി ഡോർ അടച്ചു. അപ്പോഴേക്കും തകർന്ന ജനലിലൂടെ ഡങ്കൻ സ്പേസിലേക്ക് വീണിരുന്നു. ശേഷം നമ്മൾ കാണുന്നത് മാക്സിനെ ഡെക്കോം ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് പ്രസിഡന്റിനെ കാണാമെന്ന് പറഞ്ഞാണ് അവനെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതൊരു ചതിയായിരുന്നു. അവിടെ വെച്ചാണ് മാക്സിന് യഥാർത്ഥ വില്ലൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് സാറയുടെ അരികിലെത്തിയ മാക്സ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു. ഡെക്കാമാണ് വില്ലനെന്നും പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്യാണ് നമുക്ക് മുന്നിലുള്ള മാർഗമെന്നും മാക്സ് പറഞ്ഞു. മാക്സ് ഉടൻ ഒരു കാർ എടുക്കുന്നു. അപ്പോഴേക്കും സാറ വെറുതെ ഒരു വെടിവെച്ച് പ്രസിഡന്റിന്റെ സുരക്ഷാ ഭീഷണി വന്നതായി പ്രഖ്യാപിച്ചു. എമർജൻസി പ്രോട്ടോക്കോളുകൾ ചെയ്യുന്നു. സാറയും ബോഡി ഗാർഡും പ്രസിഡന്റിനെ എസ്കോർട്ട് ചെയ്യുന്നു. പിന്നീട് ബോഡി ഗാർഡിനെ അടിച്ച് താഴെയിട്ട് പ്രസിഡന്റിനെ മാക്സിന്റെ കാറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എല്ലാം വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. ഇതിനിടെ ഡച്ച് ബോയുടെ എല്ലാ ജീവനക്കാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ജിയോസ്ട്രോം ഭൂമിയിൽ ശക്തമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഫ്ലോറിഡയിലാണെങ്കിൽ അതിശക്തമായ മിന്നലാണ്. അതിനിടയിലൂടെയാണ് സാറയും മാക്സും പ്രസിഡന്റിനെയും കൊണ്ട് രക്ഷപ്പെടുന്നത്. സാറയ്ക്ക് ഒരു വഴിയില്ലാതെ വന്നപ്പോൾ കാർ പുറകോട്ട് ഡ്രൈവ് ചെയ്ത് ഡെക്കാമിന്റെ ആളുകളെ അവൾ വെടിവെക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ കാറ് ആ മിന്നലിൽ പെട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡെക്കാം തന്റെ ബോഡി ഗാർഡിന് ഒരു റോക്കറ്റ് ലോഞ്ചർ കൊടുത്ത് പ്രസിഡന്റിന്റെ കാറ് ലക്ഷ്യമാക്കി അവർ റോക്കറ്റ് വിടുകയാണ്. പക്ഷെ അതിബുദ്ധിമതിയായ സാറ അതൊരു സെൽഫ് ഡ്രൈവ് കാറായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി അവർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡെക്കാമിന് അത് മനസ്സിലായില്ല. ഉടൻ പോലീസ് എത്തി ഡെക്കാമിനെ അറസ്റ്റ് ചെയ്തു. അപ്പം ഈ ഡെക്കാം പറയുന്നത് ഞാൻ ശത്രുക്കളെ ഇല്ലാതാക്കാനാണ് ഇത് ചെയ്തത്, ഇത് കൂട്ടക്കൊലയല്ല എന്നൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജെയ്ക്കിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ജെയ്ക്കിനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതിരുന്ന മാക്സ് അപ്പം തന്നെ അവനൊന്ന് കൊടുത്തു. ഇതേസമയം ഡച്ച് ബോയിൽ നിന്നൊരു മറുപടി ഇല്ലാത്തതും പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകളും ജെയ്ക്കിന്റെ മകൾ ഹന്നയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സ്പേസ് സെന്ററിൽ നിന്നും ഭൂമിയിലേക്കുള്ള അവസാന ഷട്ടിൽ വന്നപ്പോൾ എല്ലാവരെയും തിരിച്ചയച്ചെങ്കിലും ജെയ്ക്ക് പോയില്ല. കാരണം റീബൂട്ട് ചെയ്യേണ്ടത് മാനുവലായാണ് ചെയ്യേണ്ടത്. ലാറ കൂടെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ജെയ്ക്ക് അവളെ നിൽക്കാൻ സമ്മതിച്ചില്ല. അതേസമയം പ്രസിഡന്റ് വന്ന് ഡച്ച് ബോയ് റീബൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ സെൽഫ് ഡിസ്ട്രോയ് ഓപ്ഷൻ തടയാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ ജെയ്ക്കിനും കാര്യങ്ങൾ വ്യക്തമായി. ഡച്ച് ബോയ് എന്ന് അവന്റെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ ഫലം എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. മാക്സും ജെയ്ക്കും നിരാശയോടെ പരസ്പരം സംസാരിക്കുകയാണ്. ഇരുവരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംസാരത്തിലെല്ലാം തീരുകയാണ്. ഹന്നയെ താൻ നോക്കിക്കൊള്ളാമെന്ന് മാക്സ് ചേട്ടനോട് പറയുന്നു. അങ്ങനെ ഡച്ച് ബോയ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്ക് അതിവേഗം തന്നെ സ്യൂട്ട് ധരിച്ച് കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ കോഡ് സ്റ്റേഷൻ ഡോർ ഏറ്റെടുക്കുന്നില്ല. വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ ലാറ തിരിച്ചു വരികയാണ്. ഇരുവരും കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എത്തുകയും സിസ്റ്റത്തെ മാനുവൽ റീബൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലാറ പെട്ടെന്ന് വൈറസ് നീക്കുന്നു. ഇതോടെ ജെയ്ക്ക് സാറ്റലൈറ്റ് സിസ്റ്റം അടയ്ക്കുന്നു. അങ്ങനെ ജിയോസ്ട്രോം അവസാനിക്കുന്നു. പക്ഷെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ ജെയ്ക്കും ലാറയും സ്പേസിലേക്ക് തിരിച്ചു വീഴുകയാണ്. അങ്ങനെ ഇത്രയും നാളത്തെ തന്റെ ഹാർഡ് വർക്കിന്റെ ഫലം പൊട്ടിത്തെറിച്ച് പോകുന്നത് ജെയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സാറ്റലൈറ്റ് മാത്രം അവശേഷിച്ചതായിട്ടും അവർക്ക് മനസ്സിലായി. ഇരുവരും കൂടെ അതിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടു. എന്നാൽ ഡച്ച് ബോയ് സ്റ്റേഷൻ മുഴുവൻ നശിച്ചപ്പോൾ നാസയ്ക്ക് അവരുമായുള്ള എല്ലാ സിഗ്നലും നഷ്ടപ്പെടുകയാണ്. സാറ്റലൈറ്റ് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോകുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം ഒരു സിഗ്നലും ഇല്ല, എല്ലാം നഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് സ്ക്രീനിൽ ഒരു പ്രകാശം തെളിയുകയാണ്. അങ്ങനെ ജെയ്ക്കും ലാറയും ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെ തിരികെ കൊണ്ടുവരാൻ ഒരു ഇവാക്വേഷൻ ഷട്ടിൽ പോകുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും സുരക്ഷിതരായി ഭൂമിയിലെത്തുന്നു. മാക്സ് ഒടുവിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജെയ്ക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള സീനാണ് നമ്മൾ കാണുന്നത്. ജെയ്ക്കും മാക്സും ഹന്നയും എല്ലാവരും കൂടി ഒരുമിച്ച് നദീതീരത്ത് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലും അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ജെയ്ക്ക് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ബഹിരാകാശത്തേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ്. കാരണം ഒരു പുതിയ സാറ്റലൈറ്റ് നിർമ്മിക്കാൻ. പക്ഷെ താൻ എന്തായാലും തിരിച്ചു വരുമെന്നും ഈ സന്തോഷം എപ്പോഴും ഉണ്ടാവുമെന്നും അവൻ്റെ മകൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സീനാണ് അവസാനം നമ്മൾ കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.